സങ്കീർത്തനം 3-ാം അധ്യായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. ആദ്യത്തെ ചോദ്യം, സങ്കീർത്തനം 3-ാം അധ്യായം ദാവീദ് ആരെ പേടിച്ചോടുന്ന സമയത്താണ് എഴുതിയത്? ഉത്തരം, അബ്ശാലോമിനെ. അടുത്ത ചോദ്യം, സങ്കീർത്തനം 3-1 ദാവീദിനെതിരെ എത്ര പേർ ഉണ്ടെന്ന് പറയുന്നു? ഉത്തരം, അനേകർ. അടുത്ത ചോദ്യം, ദാവീദിന്റെ ശത്രുക്കൾ അവനെക്കുറിച്ച് എന്ത് പരിഹസിച്ചാണ് പറഞ്ഞത്? ഉത്തരം, ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന്. സങ്കീർത്തനം 3-2. അടുത്ത ചോദ്യം, സങ്കീർത്തനം 3-3 ദാവീദ് ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം, യഹോവ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമെന്ന്. അടുത്ത ചോദ്യം, ദാവീദ് ആരെയാണ് ഉറക്കെ വിളിച്ചത്? ഉത്തരം, യഹോവയെ. സങ്കീർത്തനം 3-6. അടുത്ത ചോദ്യം, ദാവീദിന് ഉത്തരം ലഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം, യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന്. 3-4. അടുത്ത ചോദ്യം, സങ്കീർത്തനം 3-5 അനുസരിച്ച് ദാവീദ് സമാധാനത്തോടെ ഉറങ്ങാനും ഉണരാനും കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം, കർത്താവ് അവനെ താങ്ങുകയാൽ. അടുത്ത ചോദ്യം, ദാവീദ് ദൈവത്തോട് തൻ്റെ ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഉത്തരം, എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ച് ദുഷ്ടന്മാരുടെ പല്ല് തകർക്കണം. 3-7. അടുത്ത ചോദ്യം, രക്ഷ ആർക്കുള്ളതാകുന്നു? ഉത്തരം, യഹോവയ്ക്ക്. 3-8.